രാമോത്ത്, ബ്രാക്കറ്റിൽ ഗിലയാദ്. അരാം രാജാവ് ഇസ്രായേലിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷെ 2 യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. എങ്കിലും അരാമ്യർ രാമേത്ത് ഗിലയാദ് കൈവശമാക്കി. ഇസ്രായേൽ രാജാവായ ആഗാബും യഹൂദ രാജാവായ യഹോശാഫാത്തും ഇസ്രായേൽ രാജാവായ ആഗാബും യഹൂദ രാജാവായ യഹോശാഫാത്തും 2 നഗരം പിടിച്ചെടുക്കാൻ ഒത്തുനിന്നു. അതായത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നുണ്ടെങ്കിൽ ഉരുമ്പിട്ടു. പക്ഷേ യുദ്ധത്തിൽ ആഗാബ് കൊല്ലപ്പെട്ടു. ഇരുപതാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങളും 22-ാം അധ്യായം 37-ാമത്തെ വാക്യവും. ഒന്ന് വായിക്കാമോ? 1-ാമത്തെ വാക്യവും മുതൽ 5-ാമത്തെ വാക്യം വരെയും 22-ന്റെ 37-ഉം 38-ഉം വാക്യം ഒന്ന് വായിക്കാമോ? അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെ ഒക്കെയും ഒന്നിച്ചുകൂട്ടി. അവനോടുകൂടി 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്നു ശമര്യയെ നിരോധിച്ച് അതിനു നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എന്റെ യജമാനനെ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്നു, ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ 37 വാസ്റ്റേ. 22-ന്റെ 37. അങ്ങനെ രാജാവ് മരിച്ചു, അവനെ ശമര്യയിലേക്ക് കൊണ്ടുവന്നു. അവർ രാജാവിനെ ശമര്യയിൽ അടക്കം ചെയ്തു. നോക്കിക്കേ, തന്റെ അഭിഷിക്തനായ ഏലിയാവിന് വിരോധമായി നിന്ന ആഹാബ് ദൈവം അയച്ച ഒരു പ്രവാചകനാണ്, ഒരു അഭിഷിക്തനാണ് ഏലിയാവ്. ഏലിയാവ് അഭിഷേകം ചെയ്ത, സ്നാനപ്പെടുത്തിയ അല്ലെങ്കിൽ നിയോഗത്തോടെ പുറത്തെടുത്ത ചില അഭിഷിക്തന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് 1 എലിശ, 2 യേഹൂ. ഈ 2 പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. എന്ന് പറഞ്ഞാൽ ഏലിയാവിൽ നിന്ന്
ഇരട്ടിപ്പങ്ക് പ്രാപിച്ച ഒരു അഭിഷിക്തനാണ് ഏലിശ. അതുപോലെ ഏലിയാവിൽ നിന്ന് ദൈവം കൊടുത്ത നിയോഗപ്രകാരം ശുശ്രൂഷയ്ക്കായി പുറത്തെടുത്ത, അഥവാ ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ഇസബേലിന്റെ മുറിയിൽ വരെ കയറിച്ചെല്ലാൻ അധികാരം പ്രാപിച്ച ഒരു വ്യക്തിയാണ് യേഹു. മറന്നു പോകരുത്. യേഹുവിന്റെ കൽപ്പനയിലാണ് ഇസബേൽ മരിക്കുന്നത്. അപ്പൊ അത്ര ശക്തനായിരുന്നു ഏലിയാവ്. ഇന്ന് രാത്രി ദൈവഭക്തന്മാർക്ക് നേരെ എന്തെല്ലാം മെനഞ്ഞാലും ഒരു സമയം ഇത് കണക്ക് ചോദിച്ച് സകലത്തെയും പിടിച്ചെടുക്കുന്ന ഒരു സമയം വരും. സ്തോത്രം. ഉറപ്പായിട്ടും ഞാൻ ഭയത്തോടെ പറയുക, ഒരു ഭക്തന്മാർക്ക് നേരെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങരുത്. ദൈവം അവരെ 1, 2, 3 വർഷമാക്കി വയ്ക്കും. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും. നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ താങ്ങുക എന്നുള്ള അല്ലാതെ മോശയുടെ കര ഉയർത്തിപ്പിടിച്ചതുപോലെ നമ്മൾ അവരെ താങ്ങി നിർത്തുക. കാരണം അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ നമ്മുടെ പട്ടണത്തിൽ നമ്മൾ ഒരുവനായി വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനെ സംഘടന അല്ലെങ്കിൽ സഭ ചേർന്ന് എന്താ പറയുക, പാർട്ടി അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സംഘടിപ്പിക്കുകയോ, കോളേജ് പോലെ ആയി ഇപ്പോൾ സഭകൾ. കോളേജിൽ KSU അതും ഇതും തുടങ്ങിയ എത്രയോ പാർട്ടിക്കാരുള്ളത് പോലെ ഇപ്പോൾ സഭകൾക്കകത്തും പാർട്ടികളായി. പാസ്റ്റർമാർക്ക് നേരെ കൊടി പിടിക്കാൻ, മക്കളെ ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ നമ്മൾ പോണ്ട. ദൈവദാസനെ എന്ന് വിളിക്കുമ്പോൾ ദൈവം സ്ഥാപിച്ചതാ. ദൈവദാസിയെ എന്ന് വിളിക്കുന്നത് ദൈവം സ്ഥാപിച്ചു വെച്ചതാ. അപ്പോ എല്ലാത്തിനും തിരുത്തിയ ഫലം ആമേൻ ആഹാബിനത് അവിടെ കൊടുക്കുക. അവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും പലിശയും കൂട്ടുപലിശയും ചേർത്ത് അവിടെ നോക്കിക്കേ, കാര്യങ്ങളെല്ലാം അവിടെ അവൻ്റെ കൈവിട്ടുപോയി. പക്ഷേ ഒരു കാര്യമുണ്ട്, ബെൻഹദദ് പറഞ്ഞ കാര്യം ഉറപ്പായിട്ട് ചെയ്തു. സ്തോത്രം. അവനങ്ങ് തട്ടിക്കളഞ്ഞു. ആമേൻ. കാരണം ഇന്ന് ഈ രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ചർച്ചിൽ പോകുന്നവരാ, പല സഭകളിൽ പോകുന്ന നമ്മളെല്ലാവരും അങ്ങനെ. പക്ഷേ നമുക്കൊരാളിന് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതൊന്ന് സംസാരിക്കരുത് എന്നുള്ളതല്ലാതെ, പ്രത്യേകിച്ച് അഭിഷിക്തന്മാരെ ഒരിക്കലും ഒരു കാര്യത്തിലേക്കും ആമേൻ കൈകോർക്കാൻ പോകരുതേ എന്ന് ഈ രാത്രി ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ആമേൻ. നോയിക്കേ, ആഹാബിൻ്റെ സകലത്തെയും പിടിച്ചു കൊണ്ടുപോകുന്ന, അതുപോലെ നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കാനുണ്ട്. ആമേൻ. നമുക്കറിയാം, നാബോത്ത് എന്ന ദൈവഭക്തൻ തനിക്ക് നേരെ ആഹാബ് ചെയ്തു കൂട്ടിയ, തൻ്റെ ഭാര്യ ചെയ്തു കൂട്ടിയ തിക്തഫലങ്ങൾ, ആമേൻ, നമുക്ക് അത് വലിയ ഒരു ദൂതായിട്ട് നമുക്ക് എടുക്കാം. ഒരിക്കലും ആമേൻ ഭക്തന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ കർത്താവ് എപ്പോഴും മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട. ഞാൻ ആ പാസ്റ്ററെ പറ്റി പറഞ്ഞല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കേണ്ട. ആമേൻ. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, യേശുവിന് ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ തട്ടിപ്പാ, ഇതൊക്കെ തട്ടിപ്പാ. ഈ അത്തിമട്ടിൽ നോക്കിയതിൽ ആരോഗ്യം ഇട്ട് നിൽക്കുന്നത്. പക്ഷേ കർത്താവ് ശപിച്ചത് അത്തിയുടെ ഇലയിലല്ല. ആമേൻ. കർത്താവ് ശപിച്ചത് വേരില്ല. വേര് എവിടെയാണ് വേര് നിൽക്കുന്നത്? തായ് വേരിനെ കർത്താവ് സാധിച്ചു. പക്ഷെ ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരിഞ്ഞ് റെഡിയായി. ആ മണ്ണ്, ആ അത്തി നിന്ന മണ്ണെന്ന് പറഞ്ഞാൽ പിന്നെ പിൽക്കാലങ്ങളിൽ ഒരു മുൾച്ചെടി പോലും അതിനകത്ത് വന്നില്ല എന്ന് സത്യമാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഒരു അഭിഷേകത്തിന് ഈ വിഷയം സംസാരിച്ചപ്പോൾ ആമേൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: കർത്താവ് ശപിച്ച അത്തിയുടെ ചുവട്ടിൽ എത്രയോ മൈൽ വരെ വേറെ ഒന്നും അവിടെ പിടിച്ചില്ലെന്ന്. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം എത്രയെന്നറിയാമോ? തപ്പി നോക്കും, എന്നെയും നിങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കും. ആമേൻ. വല്ലതും ഉണ്ടോ എന്നൊരു പരിശോധന നമ്മെ നടത്തും. അപ്പോൾ ഒന്നുമില്ല എന്ന് കണ്ടാൽ കർത്താവിൻ്റെ ന്യായവിധി നമ്മുടെ മേൽ വരാതെ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമ്മൾ മുമ്പോട്ട് കടന്നു പോകണം. ഈ 11 സ്ഥലങ്ങളും ആമേൻ സ്തോത്രം നമുക്ക്
അതിവിശാലമായി പഠിക്കാനുള്ള സ്ഥലങ്ങളാണ്. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ ഭാഗം അങ്ങ് വിടുകയാണ്. നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരാം. ഏറെക്കുറെ രണ്ടാം അധ്യായവും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ തന്നെ കുറച്ച് ചരിത്രങ്ങളും ചില നമുക്ക് വേറെ പുസ്തകത്തിൽ കിട്ടാത്ത ചില ആശയമേറിയ രാജാക്കന്മാരുടെ ഭരണകാലം, അവരുടെ ജീവിത ശൈലികൾ, അവർ ചെയ്തു വന്ന ചില ക്രിയകൾ, അവരുടെ പദവികൾ, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ദൂതുകൾ മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് എഴുതാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം. 2 രാജാക്കന്മാരുടെ പുസ്തകം. എലിശ വടക്കേ ദേശത്ത്. അവസാനത്തെ 130 വർഷങ്ങൾ തെക്കേ സംസ്ഥാനത്തിൻ്റെ അവസാനത്തെ 250 വർഷങ്ങൾ ഇത്രയുമാണ് എൻ്റെ ഹെഡിങ്. അതിനടിയിലൊരു ലൈൻ ഇട്ടോ. സ്തോത്രം. അടുത്ത് ബാബിലോണിയർ യഹൂദ രാജ്യത്തെ വിധിക്കപ്പെടുന്നു. എഴുത്തുകാരൻ ഇരമ്യാവ്. എഴുതിയ കാലഘട്ടം BC 586 ബ്രാക്കറ്റിൽ 550. പ്രധാന വാക്യങ്ങൾ 2 രാജ 17-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ. 2 രാജ 17-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ. 23-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. പ്രധാന അധ്യായങ്ങൾ. അധ്യായം 2, അധ്യായം 4, അധ്യായം 5, അധ്യായം 6, അധ്യായം 17, അധ്യായം 18, അധ്യായം 19, അധ്യായം 22, അധ്യായം 23, അധ്യായം 24, അധ്യായം 25. ഇത്രയാണ് ഈ പുസ്തകത്തിലെ പ്രധാന അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾ ദയവായി നിങ്ങൾ വായിച്ചിരിക്കണം. പ്രധാന വ്യക്തികൾ: 1 ഏലിയാവ്,
2 എലിശ, 3 ശൂന്യംകാരത്തി, 4 നയമാൻ, 5 ഇസബേൽ, 6 യേഹൂ, 7 യോവാഷ്, 8 മനശ്ശ, 9 യെശയ്യാവ്, 10 സിദെക്കീയാവ്, 11 നെബൂഖദ്നേസർ, 12 സെൻഖെരീബ്, 12 പേരാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ, സ്ഥിതി വിവര കണക്കുകൾ. സെൻട്രൽ ഹെഡിങ്. സത്യവേദ പുസ്തകത്തിലെ 12ാമത്തെ പുസ്തകം. അധ്യായങ്ങൾ 25. വാക്യങ്ങൾ 719. ചോദ്യങ്ങൾ 118. ചരിത്രപരമായ വാക്യങ്ങൾ 560. നിവൃത്തിയായ പ്രവചനങ്ങൾ 58. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 1. മുന്നറിയിപ്പുകൾ 65. ആജ്ഞകൾ 118. വാഗ്ദാനങ്ങൾ 3. ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ. ഇരുപത്. നമ്മൾ മറ്റ് പുസ്തകങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഈ ദൂതുകളും നിവൃത്തിയാകാത്ത പ്രവചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ ഒന്നിന് മുകളിലുള്ളതാണ്. ചിലപ്പോൾ 8, 9, 10 ഒക്കെ നിവൃത്തിയാകാത്ത ഉണ്ടാകും. പക്ഷേ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിവൃത്തിയാകാത്ത പ്രവചനം എന്നൊരു ഒരെണ്ണേ ഉള്ളൂ, ഒറ്റ ഒരു പ്രവചനം. അത് മാത്രം നിവൃത്തിയാകാത്ത പ്രവചനമുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഒത്തിരി പ്രവചനങ്ങൾ, ഒത്തിരി ദൂതുകൾ നമുക്ക് വേണ്ടി പ്രസ്താവിച്ച അഭിഷിക്തന്മാരുണ്ടാകും. നമ്മുടെ ജീവിതത്തിലും
നിവർത്തിയാകാതെ കിടക്കുന്ന ഒത്തിരി പ്രവചനങ്ങളുണ്ട്. ഇനിയും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞത്, ഒരു 20 വർഷം മുമ്പേ പറഞ്ഞത്, 15 വർഷം മുമ്പേ പറഞ്ഞത് ഒക്കെ കിടപ്പുണ്ട്. നമ്മളൊന്നിങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഇന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും, ചിന്ത വരുമ്പോൾ, ഇന്ന അഭിഷേകത്തിനോട് ദൂത് പറഞ്ഞു, ഇതുവരെയ്ക്ക് നിവർത്തിച്ചില്ല. എന്നോട് ഇന്ന ഒരാളൊരു ദൂത് പറഞ്ഞു, നമ്മൾ മറന്നുപോയി. പക്ഷെ ദൂത് ഒരിക്കലും അത് അങ്ങ് തിരിച്ചു പോകണമെങ്കിൽ അത് നിവർത്തീകരിക്കണം. അതാണ് പുസ്തകം പറയുന്നത്. എന്താണ്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനങ്ങൾ അത് നിവർത്തിയാകാതെ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം സാധിക്കാതെ എന്ത് ചെയ്യില്ല? തിരിച്ച് മടങ്ങി ദൈവസന്നിധിയിൽ ചെല്ലില്ല. ആമേൻ പറഞ്ഞോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നിവർത്തിയാകാതെ തിരിച്ചു പോകത്തില്ല. അങ്ങനെ ഉറപ്പിക്കണം നമ്മൾ. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് ഒരു ദൂതാണ് നിവർത്തിയാകാത്ത. അപ്പോൾ ആ ദൂത് നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ല, ഇഷ്ടംപോലെ ദൂതുകൾ കിടപ്പുണ്ട്. ഒന്ന് നോക്കിയാൽ. നോക്കൂ, അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പശ്ചാത്തലം. അതങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ ഒരു അഭിഷേകത്തേക്ക് ശക്തമായിട്ട് ദൈവത്തിൽ വായിക്കാമല്ലോ. 2 രാജ 17-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വേദാംശങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അത് നിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദാഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹൂദയും തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ആകയാൽ യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയിടുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞു. അവർ നെബാത്തിന്റെ മകനായ യൊരോബെയാമിനെ രാജാവാക്കി. യൊരോബെയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറുമാറാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യൊരോബെയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 18-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് എല്ലാ അഭിഷക്തന്മാരും പഠിക്കണം. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ അതിൻ്റെ പരമപ്രധാനമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നത്. അപ്പോൾ ഒരു രാജാവിനെ നീക്കിക്കളഞ്ഞ ശേഷം അത് അടുത്തൊരു രാജാവ് വന്നു. അവനും പാപത്തിലേക്ക് ജനത്തെ നടത്തി. സ്തോത്രം. എന്നാൽ ആ രാജാവ് വന്നിട്ട് യെരയോം വന്ന് ചെയ്തത് ഭയങ്കര പാപമാണ്. ഈ പാപം ഇസ്രായേലിനെ മുഴുവനെയും കയറി പിടിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നൊക്കെ ഒരുപാടങ്ങ് വളർന്നു. വിശ്വാസികളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും ഒരുപാട് അവർ ആത്മീയത്തിൽ വളർന്നു. ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്ന യുവതലമുറകൾ നമ്മളുടെ ഇടയിൽ നിന്നുണ്ട്. അതുകൊണ്ട് ദുരുപദേശങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും പല സഭകളിലും പോകുന്നവരാ. അപ്പം നിങ്ങളുടെ സഭയ്ക്കകത്തൊരു ദുരുപദേശം ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പ്രതികരിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കണം, നമ്മളെ നോട്ടിൽ ഇതില്ലല്ലോ പാസ്റ്റർ, ആ അധ്യായം എന്താണ് എന്നുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മൾ ഞാനും ചോദിക്കാറുണ്ട്. ഞാൻ ചോദിച്ചത് ഇങ്ങനെയാ, CSIയിൽ നിന്ന് ഞാൻ ചോദിച്ചത് ഇങ്ങനെയാ, അച്ചോ മുങ്ങി സ്നാനമാണോ നല്ലത്, അല്ലയോ തളിപ്പ് സ്നാനമാണോ നല്ലത്? അച്ഛൻ പറഞ്ഞു പിന്നെ പറയാം. എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് ഏകദേശം ചില മാസങ്ങൾ എടുക്കേണ്ടി വന്നു.
കാരണം ഞാൻ ചോദിക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2-3 ആൾക്കാരുണ്ടാകും. ഒരു ദിവസം രാത്രിയിൽ ഞാൻ നല്ല തണ്ണിയൊക്കെ അടിച്ചും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു, എനിക്കിപ്പോൾ അറിയണം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് വന്നേ ഇവിടെ ഇരി, ഇപ്പം നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഉൾപ്പെടെ 5 പേര്. ഇനി ഞാൻ പറയാം, ഞാൻ മുങ്ങി സ്നാനപ്പെട്ട ആളാണ്. ഇങ്ങ് വന്നേ മോളി, ഇങ്ങ് വന്നേ, ഇതെൻ്റെ ഭാര്യ, അവളെ മുങ്ങി സ്നാനപ്പെട്ടതാണ്. 2 കുഞ്ഞുങ്ങൾ, അവരെ ഞങ്ങൾ സ്നാനപ്പെടുത്താൻ നിൽക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്നാനം മുങ്ങി സ്നാനമാണ് ഏറ്റവും വചന തെളിവ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചിലതൊക്കെ നമ്മൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. ഇന്ന് മാറിയല്ലോ, ഇന്ന് 100% പേരും മുങ്ങി സ്നാനപ്പെട്ടവരാ. സ്തോത്രം. ഏതൊരു ആളിനെ എടുത്ത് പഠിച്ചാലും ആമേൻ, അവരുടെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്നത് മാത്രമല്ലാതെ അവരെല്ലാവരും ആത്മാ നിറവിൽ ആരാധിക്കുന്ന ആരാധനകളാണ് ഇന്ന് പല ചർച്ചകളിലുമുള്ളത്. സ്തോത്രം. ആമേൻ. ഇന്ന് ഏറെക്കുറെയൊക്കെ മാറിക്കഴിഞ്ഞു. കാരണം യുവജനങ്ങൾ, യുവതലമുറകൾ അവർ വിദ്യാഭ്യാസം കിട്ടി വായനാശീലമുള്ളവരായി തീർന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അപ്പന് വിദ്യാഭ്യാസം കുറവായിരിക്കും, ആമേൻ, അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും. അവരുടെ മക്കൾ 4ാം ക്ലാസ് വരെ പഠിച്ചാലും അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പോയാലും 9ാം ക്ലാസ് വരെ പഠിച്ചാലും എത്ര മാർക്ക് കിട്ടിയാലും അവർക്കത് ഭയങ്കരമാണ്, അവർക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെ അല്ല. ഇന്ന് ആമേൻ, വീടില്ലാത്ത അല്ലെങ്കിൽ പഠന സൗകര്യങ്ങളില്ലാത്ത കുടിലിനകത്ത് നിന്ന് IAS വരെ ആയ ചരിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തെന്നറിയാമോ അതിൻ്റെ കാര്യങ്ങൾ? ആമേൻ, തലമുറകൾ വളർന്നു, അവർക്ക് ചിലത് പഠിക്കണമെന്ന് താല്പര്യം വന്നു. അപ്പോൾ അതുപോലെ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വഴിയെ വിട്ടുമാറി നടന്ന പ്രവാചകന്മാരെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ, ചിലവെടുത്തങ്ങ് ഒറ്റപ്പെടുത്തി കളഞ്ഞു. സ്തോത്രം. ചിലരെ ദൈവം വേരോടെ ദാവീദ് ഗൃഹത്തിനകത്തു നിന്ന് വേരോടെ പിഴുതു കളഞ്ഞതുപോലെ പിഴുതു കളഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സദാകാലവും ക്ഷമിക്കുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ കരുത്തുള്ളവരാ. സ്തോത്രം. ആമേൻ. നിങ്ങളൊന്ന് ബാക്കി ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ ഈ 2 വർഷം നമ്മുടെ കൂടെ സഞ്ചരിച്ച ആരെങ്കിലും ഉണ്ടോ ഇന്ന് ഈ ഭൂമിക്ക് മുകളിൽ? ആമേൻ. 2 വർഷം നമ്മുടെ കൂടെ സഞ്ചരിച്ച പലരും കാണും. പലരൊക്കെ ഇന്നുണ്ടോ? ഇല്ല. ഈ സമയത്തൊക്കെ നമ്മൾ ഇതിനകത്തിരുന്നപ്പോൾ അവരെവിടെയായിരുന്നു? അവർ പലതിൻ്റെ മുമ്പിലായിരുന്നു. നമ്മൾ ഈ ചെറിയൊരു മൊബൈലിൻ്റെ മുമ്പിൽ നോക്കിയിരിക്കുക. അവരങ്ങനെയാണോ? സ്തോത്രം. പലയിടത്തും പല പ്രശ്നങ്ങളും സംഭവിച്ചു. എന്താ? ആമേൻ, കർത്താവിൻ്റെ ശബ്ദം എത്രത്തോളം നമുക്ക് കേൾക്കാൻ പറ്റുമോ അത്രത്തോളം മണിക്കൂറുകൾ നമ്മൾ ചെലവഴിച്ചത് കൊണ്ട് നമ്മുടെ ഭവനത്തിനകത്ത് വരേണ്ട പല അനർത്ഥങ്ങളെയും ദൈവം തുടച്ചു മാറ്റി. സ്തോത്രം. അതിന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന എത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ? ദൈവകുഞ്ഞെ, പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും കഴിയത്തില്ല. പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി ചുമര് കൊടുക്കുന്നവനെ. അതിന് ഏറ്റവും വലിയ സാക്ഷിയാണ് കുറേനക്കാരനായ ശീമോൻ. ആമേ. ചെളി പുരണ്ടവനായി ഇന്നലെ വരെ വീട്ടിൽ നേരത്തെ വന്നവൻ പിന്നെ ഒരു ദിവസം വരുന്ന താമസിച്ച് വന്നു, ലേറ്റായി വന്നു, ഭാര്യയും മക്കളും കരയാൻ തുടങ്ങി, വിലപിക്കാൻ തുടങ്ങി. ആരോട് ചോദിക്കും? ചെളിയുമായി വരുന്നവനെ രക്തമായി വരുന്നത് കണ്ടു. ഇന്ന് രാത്രി തലമുറകളെ മാനിച്ചില്ലേ? ആമേൻ. കുടുംബത്തെ അനുഗ്രഹിച്ചില്ലേ? വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ഹൈ പൊസിഷനിലേക്ക് അവരെ ദൈവം ആക്കിയില്ലേ? എന്താ കാര്യം? അപ്പൻ ചിലത് ചുമന്നത് കൊണ്ട്, ചിലത് സഹിച്ചത് കൊണ്ട്, ചിലത് ഏറ്റത് കൊണ്ട് തലമുറയെ ദൈവം പിൽക്കാലത്തിൽ മാനിക്കാൻ തുടങ്ങി. സ്തോത്രം. നമ്മൾ പാടാറുണ്ടല്ലോ, പാട്ടുകാരൻ പാടാറില്ലേ? ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. നമ്മൾ ഇരിക്കുന്ന 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5-2 മണിക്കൂറുണ്ടല്ലോ, ഇതെല്ലാം തൻ്റെ പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കും. സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വാക്യത്തിലേക്ക് വരാമോ? 23-ാമത്തെ അധ്യായം അതിൻ്റെ ആമേൻ 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 23-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ
യഹൂദയും എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയും. ആമേൻ. നോക്കിക്കേ, ഇസ്രായേലിന് നീക്കിക്കളഞ്ഞു, പക്ഷെ എങ്കിലും ദൈവം കരുണയുള്ളവനായിട്ടോ. വേറെ ആരെ നീക്കിക്കളഞ്ഞാലും കുറച്ച് ദിവസത്തേക്കൊക്കെ ആമേൻ ഇപ്പം അപ്പനോ അമ്മയും ഒക്കെ മക്കളെയൊക്കെ ശാസിക്കുമല്ലോ, ഒരു അടി കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു മനസ്സിലിവ് തോന്നുമല്ലേ, നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടും, സംസാരിക്കും. അതങ്ങനെയാണ്. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ, ഈ ഭൂമിയിൽ അങ്ങനെയാണെങ്കിൽ, സ്വർഗത്തിലെ അപ്പനോ? ഇസ്രായേൽ സ്വന്തം ജനമാണ് എന്നൊന്ന് തൊട്ടു നോക്ക്. ദൈവം മിണ്ടാതിരിക്കത്തില്ല, ദൈവം ഇടപെടും. ഇസ്രായേലിനെ തകർക്കാൻ എത്രയോ പദ്ധതികൾ ഒരുക്കി, ഏതെല്ലാം രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി വന്നു. തൊടാൻ പറ്റിയോ? പറ്റിയില്ല. ഒരു നിലം ഉഴുതു മറിക്കുന്നത് പോലെ ഉഴുതു മറിച്ചില്ല രാജ്യങ്ങൾ. സ്വന്തം ജനമാണ്, സ്വന്തം ജനം, തൊടാൻ അനുവദിക്കത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ ശിബിശോരെ നോയിക്കേ, ഗിദയോരെ നോയിക്കേ, ദാവീദിനെ നോയിക്കേ, വേറെ എന്താ, മോശയെ നോയിക്കേ. ജനത്തെ തൊടാൻ ഒരു വ്യക്തിയും ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മെ തൊടാൻ ഒരു രോഗത്തിനും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് അടിവരയിട്ട് സൂക്ഷിച്ചോ. സ്വന്തം രക്തം കൊടുത്ത് വാങ്ങിയ അപ്പൻ മക്കളെ എന്നും നിന്നയ്ക്കായി വിടത്തില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി വേദപുസ്തക പ്രകാരം ഒരു ദൂതാറ്റനെ പറയുക. സ്തോത്രം. വിടത്തില്ല ദൈവം. ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആമേ. തെറ്റ് കാണുമ്പോൾ അപ്പൻ അടിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മെ അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ചേർത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രി പഠിക്കുന്നത്. സ്തോത്രം. ആ പ്രധാന ആമേൻ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അധ്യായങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അധ്യായങ്ങളുണ്ട്. 25 അധ്യായം ആമേൻ തീരുന്ന ഈ പുസ്തകത്തിനകത്ത് ആമേൻ ഏറെക്കുറെ അധ്യായങ്ങൾ പ്രധാന അധ്യായങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വീര്യപ്രവർത്തികൾ തൻ്റെ ഭക്തന്മാരിൽ കൂടെ ചെയ്യിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, ആമേൻ ചരിത്രങ്ങളല്ല, അക്ഷരാർത്ഥത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ച, തലമുറയില്ലാത്തവർക്ക് തലമുറയെ കൊടുത്ത, അഭിഷക്തന്മാർക്കു വേണ്ടി ആമേൻ വീടുകൾ പൊളിച്ചു നീക്കി ആമേൻ വീട്ടിനകത്തവർക്ക് പാർക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയൊരു പുസ്തകമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം. നിസ്സാരമായ പുസ്തകമല്ല ഇത്. ഇത് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ 1 വർഷം പോലും പഠിച്ച തീരാത്ത ഒരു പുസ്തകമാണ് ഈ 11 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ. ദൈവകുഞ്ഞെ, നമ്മളുടെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് പറയാൻ, ചങ്കുറപ്പോടെ പറയാൻ, ഏത് സ്ഥലത്ത് നിന്ന് പ്രഖ്യാപിക്കാൻ. ഒരേ ഒരു ഉലകത്തിലൊരു മനുഷ്യൻ, അത് ഞാനും നിങ്ങളും സേവിക്കുന്ന സ്വർഗത്തിലെ എന്നേക്കും വസിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് ശ്രേഷ്ഠ പുരോഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ആമേൻ. ശൂന്യംകാര്യത്തെ കണ്ട് മറി നടന്നു പോയ ദൈവമല്ല ഇത്. ശൂന്യംകാര്യത്തിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ്, അവളുടെ ഹൃദയത്തിലെ വേദനയെ അറിഞ്ഞ് അതിനകത്ത് ചെന്ന് അവൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു എലീശയെയും ഗേഹസിയെയും ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. സദാകാലത്തേക്കും തള്ളിക്കളയുന്ന ദൈവമല്ല ഇത്. ചേർത്ത് പിടിക്കുന്ന, കണ്ണീർ തുടയ്ക്കുന്ന, ദേശത്തെല്ലാം ഉണ്ടെങ്കിലും ഒരു നിന്ദാവിഷയമായി ശൂന്യംകാരത്തിയുടെ ആ ശൂന്യത മാറ്റിയ ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതാണ് ശ്രേഷ്ഠകരമായ ഏലിയാവിന്റെ കൈവെപ്പിൽ കൂടെ 12 ഏർകാള ഒരുമിച്ച് പൂട്ടി ഉഴുത എലീശയെ വിളിച്ചിറക്കുമ്പോൾ ആമേൻ അപ്പനെയും അമ്മയും സഹോദരങ്ങളെ ചുംബിച്ചിട്ട് പിന്നാലെ കൂടിയത് വെറുതെ അല്ല. അവനറിയാം, എന്നിൽ കൂടെ ദൈവം ഏലിയാവ് ചെയ്തേക്കാളും വലിയ അത്ഭുതങ്ങൾ എന്നിൽ കൂടെ ചെയ്യുമെന്ന് ചങ്കുറപ്പോടെ വിടേണ്ടത് വിട്ടിറങ്ങിയ ഒരു മനുഷ്യനാ എലീശ. സ്തോത്രം. അതുകൊണ്ട് അവനെ ഒരിക്കലും ഒരിടത്ത് ഒതുക്കാൻ കഴിയില്ല.
നീ ബാബേലിൽ പാർക്ക്, നീ ഇവിടെ പാർക്ക്, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ അവൻ പോകത്തില്ല. കാരണം അവന് ഇന്ന് രാത്രി ഞാൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് മനസ്സിലാകുന്നു, ശൂന്യകാര്യത്തിനെ ഉള്ളറിഞ്ഞ് പ്രവർത്തിക്കാൻ ആ കാലത്തിൽ എലിശയെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ പുസ്തകം ശക്തമായി വായിക്കണം. ആദ്യത്തെ വ്യക്തി ആ ശൂന്യകാരത്തി. ആമേൻ. എലിശ കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തി ശൂന്യകാരത്തിയാ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഒറ്റ പുസ്തകത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാലേ, ഒറ്റ പുസ്തകം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നും നാളെയും ഈ ആഴ്ചയൊന്നും തീരത്തില്ല. നിങ്ങൾ മനസ്സിരുത്തിയ പുസ്തകം നിങ്ങൾ ആവർത്തിച്ചു വായിക്കൂ. അതിനകത്ത് ചില ജീവന്റെ തുടിപ്പുകൾ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഒന്നവൾ ചെയ്തത്, അവൾ അതുവരെ സേവിച്ചതിനെ മാറ്റി അഭിഷത്തിന് സ്ഥാനം കൊടുത്തു. ഇന്ന് രാത്രി ശൂന്യകാരത്തിക്കകത്ത് വരുന്ന ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവൾ അന്നുവരെ കൊണ്ടുവന്ന ചില പദ്ധതികളെ നീക്കിക്കളഞ്ഞിട്ട് ദൈവദാസനും ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവളുടെ ഭവനത്തിനകത്തൊരു ഇടമൊരുക്കി. സ്തോത്രം. അല്ലാതെ ഒരു ചായ കൊടുത്തും ഒരു ഊണ് കൊടുത്തും പറഞ്ഞു വിട്ടതല്ല ശൂന്യകാരത്തി. അവളുടെ കുടുംബത്തെ ദൈവത്തിനു വേണ്ടി കൊടുത്തു. ഹലോ, കേൾക്കുന്നുണ്ടോ? സ്തോത്രം. അത്ഭുതം കിട്ടിയ ശേഷമല്ല അവൾ കൊടുത്തത്, അത്ഭുതം കിട്ടും മുൻപേ മനസ്സ് മാറണം. കേട്ടോ? ആമേൻ. മൈൻഡുകൾ മാറണം. ഇത് ക്ലാസ് ആണ്. സ്തോത്രം. നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ശൂന്യകാരി ചെയ്തത് അവൾ കുഞ്ഞിനെ കിട്ടിയ ശേഷമല്ല മാളിക മുറി പണിതത്. ആണോ? അല്ല. ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഈ വഴി എന്ന് പറയുമ്പോൾ ചേർന്ന് പോകുന്ന വഴി കൂടെ അല്ല. ശ്രദ്ധിക്കണം. അവളുടെ വീട്ടിന്റെ അവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെ എലിശ നടന്നു പോകുമ്പോൾ, 1/2 കിലോമീറ്റർ അകലെ നടന്നു പോകുന്ന എലിശയുടെ ആ ശബ്ദം, ആ ഒരു ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ അഭിഷേകത്തിന്റെ ശക്തി ശൂന്യകാരത്തിന്റെ വീട്ടിന്റെ അടിസ്ഥാനമിളകി എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ശൂന്യകാരത്തിലെ വീട്ടിലെ അടിസ്ഥാനം മാത്രം ഇളകിയതല്ല, അതിരുകളെ ദൈവം പൊളിച്ചു. ആമേൻ. 1-2 ദിവസം നടന്നു പോകുന്നതല്ല എലീശ, അതിലെ മാസങ്ങൾ അതുവഴി കടന്നുപോയി. ആമേൻ. 1, അവന്റെ വ്യക്തിത്വത്തെ അവൾ അളന്നു. 2, അവന്റെ മേൽ ഭരിച്ചിരുന്ന ഒരു ദൈവ സാന്നിധ്യം അവൾ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. 3, അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഈ ദൈവദാസന് ഇവിടെ ഒരിടം ഒരുക്കണം. അദ്ദേഹം അതിലെ ക്ഷീണിച്ചു പോകുന്ന മനുഷ്യനല്ലേ, ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ പാർത്ത് ക്ഷീണം മാറ്റി ഇതുവഴി പോട്ടെ. ശേഷമാണ് എലിശ അവിടെ ചോദിച്ചത്, ഗേഹസി, നീ ശൂന്യകാരത്തെ ചോദിക്കേ, എന്താ അവളുടെ വിഷയം? വെറുതെ എനിക്ക് എന്തായാലും മാളിക മുറി ഒരുക്കത്തില്ല, കാരണം അവൾ പിശുങ്കാറിയ. അവൾ അറുത്തായിക്ക് ഉപ്പയക്കാത്തവളാ, നിങ്ങളെ പോലെ. സ്തോത്രം. ആമേൻ. അറുത്തായിക്ക് ഉപ്പയക്കത്തില്ല. സാരി വാങ്ങിക്കാൻ പോകുമ്പോഴേ ഇവിടെ ഒരു പ്രിന്റ് ഉണ്ടാവും, ഇത്രയാണ് ക്ലിപ്പിന്റെ വില. 1 രൂപ കുറയ്ക്കത്തില്ലല്ലോ. ഒരു ഷർട്ട് വാങ്ങാൻ പോകും, പാൻസ് വാങ്ങാൻ പോകുമ്പോ, ഒരു ഡ്രസ് വാങ്ങാൻ പോകുമ്പോ എല്ലാത്തിനും അതിൻ്റെതായ പ്രിന്റിംഗ് റേറ്റ് കൊടുക്കത്തില്ലേ? കൊടുക്കും. ദൈവത്തിനോ വല്ലതും കൊടുക്കുന്നുണ്ടോ? എന്നാൽ വർക്ക്ഷോപ്പിൽ പോകുമ്പോഴോ, ഞാൻ ഇന്നലെ വണ്ടിയുടെ 4 വീൽ ഒന്ന് എയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു 50 രൂപ. ഞാൻ പറഞ്ഞു എൻ്റെ 30 രൂപ ചില്ലറേ ഉള്ളൂ, ബാക്കി 500 ഒരു നോട്ടിരിപ്പുണ്ട്. അതിനെന്താ സാറേ? ഞാൻ തരാൻ ചില്ലറ. കഥ മാറിയോ? 20 രൂപയ്ക്ക് വേണ്ടി അദ്ദേഹം 500 നോട്ട് വാങ്ങിച്ചു വെച്ചിട്ട് അതിനെ ഒന്ന് ചേഞ്ച് ആക്കി തന്നു. എന്താ കാര്യം എന്നറിയാമോ? ഇന്ന് രാത്രി മറന്നു പോകരുത്. അവൾ ഭയങ്കര പിശുങ്കാരിയായിരുന്നു, ദൈവത്തിനൊന്നും കൊടുക്കത്തില്ല. പക്ഷേ അവളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാ ഇടപെടാൻ തുടങ്ങി. സ്തോത്രം.
ആമേൻ. നമ്മൾ ദൈവഭക്തന്മാരുടെ ദൂത് മാത്രം കേട്ടു പോകരുത്. നിങ്ങൾ ആ അധ്യായം ഫുള്ള് പഠിക്കണം. ആ അധ്യായവും അതിൻ്റെ അടുത്ത അധ്യായവും അതിൻ്റെ മുമ്പിലോട്ടുള്ള അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ശൂന്യംകാരത്തി ആരായിരുന്നു, ശൂന്യംകാരത്തിയും എലിശയും ഗേഹസിയും തമ്മിൽ എന്തായിരുന്നു, ശൂന്യംകാരത്തിയുടെ ഭർത്താവും ശൂന്യംകാരത്തിയും എലിശയും തമ്മിൽ എന്തായിരുന്നു, ശൂന്യംകാരത്തിക്ക് എന്താ ആവശ്യകത, ഇത് ഇത്രയും കാര്യങ്ങൾ അവിടെ വർണ്ണിച്ചു വന്ന ശേഷം പറയുകയാണ്, നിനക്കൊരു തലമുറ ദൈവം തരും ഇന്ന് രാത്രി. സ്തോത്രം. ആദ്യത്തെ വ്യക്തിയാണ് ശൂന്യംകാരത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞു വന്ന കാര്യം സഹോദരിമാർ രണ്ട് കാര്യത്തിലാണ് അവർ പ്രധാനപ്പെട്ടവർ. രണ്ട് കാര്യത്തിൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യത്തിൽ അവർ പരാജയപ്പെട്ടവരാ എന്നാണ് പറയുന്നത് ആൾക്കാർ. രണ്ട് കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം എന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇടാൻ സ്ട്രെസ്സില്ല. രണ്ടാമത്തെ കാര്യം വയ്ക്കാൻ അലമാരയില്ല. ഒന്നാമത്തെ കാര്യം ഇടാൻ ഡ്രസ്സില്ല. രണ്ടാമത്തെ കാര്യം വയ്ക്കാൻ അലമാരയില്ല. കുറേശ്ശെ എടുത്ത് വേറെ കൊടുക്ക്. ഞാൻ ഒരു 2 മാസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ശുദ്ധീകരണം ചെയ്യും. എടുത്ത് കൊടുക്ക്. ഇല്ലാത്തവർക്ക് കൊടുക്ക്. പിന്നെ നിറയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ബ്ലഡ് കൊടുക്ക്. എല്ലാം കൂടെ വെച്ചോണ്ടിരിക്കണ്ട. പിന്നെ ഊറിക്കൊള്ളും. നല്ലതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വേറെ വന്നോളും. ഇത് കൊടുക്കത്തില്ല. എല്ലാം വച്ചിങ്ങനെ അടുക്കിയിട്ട് പറയാ 1139 ഞാൻ 50 തയ്ക്കാൻ വേണ്ടി ഇരിക്കുക. പലതും വള്ളികൾ പൊട്ടിയതാ, എങ്കിലും വച്ചിരിക്കും. ശൂന്യംകാരത്തി അങ്ങനെയല്ല. അവളുടെ സകലതും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടാൻ നമ്മൾ തയ്യാറാകണം. ആ ഭാഗം പറഞ്ഞ് അവിടെ വിടുകയാണ്. സ്തോത്രം. ആദ്യത്തെ വ്യക്തി ആയതുകൊണ്ട് പറഞ്ഞത്. രണ്ടാമത്തെ വ്യക്തി ആരെന്നറിയാമോ? പുസ്തകത്തിലൊക്കെയാണ്. രണ്ടാമത്തെ വ്യക്തി ആരെന്നറിയാമോ? നയമാൻ. അവൻ എങ്ങനെ എലീശയുടെ മുമ്പിലെത്തി? ഒരു പെൺകുട്ടിയുടെ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ ഒരു സന്ദേശം കൊണ്ടാണ് അവന്റെ ആ ഒരു തലത്തിലേക്ക് അവൻ അവിടെ എത്തുന്നത്. എലീശയുടെ മുമ്പിൽ മറന്നു പോകരുത് കേട്ടോ. ചിലതൊക്കെ നമ്മെ ഒന്ന് പ്രസ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ചിലപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളോ അല്ലെങ്കിൽ പയ്യന്മാരോ ഒക്കെ ആയിരിക്കാം. ആമേൻ. അതിന് നമ്മൾ കേട്ട് മുൻപിലോട്ട് പോയി കഴിഞ്ഞാൽ ചില ദൂതുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറി തന്നെ ഇരിക്കും. സ്തോത്രം. ആമേൻ. മൂന്നാമത്തെ വ്യക്തിയാണെന്നറിയാമോ? ഇസബേൽ. ആരെങ്കിലും ഇസബേൽ എന്ന് മക്കൾക്ക് പേരിടാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇസബേൽ എന്ന് പേരിടാറില്ല. നയമാൻ എന്ന് പേരുള്ള ആൾ എനിക്കറിയാം. ഒരു പാസ്റ്റർ നയമാൻ യോഹന്നാൻ എന്നൊരു പാസ്റ്ററുണ്ട്, എനിക്കറിയാം. യേഹു അതുകൊണ്ട് പേര്, യോവാശ് അതുകൊണ്ട്. അപ്പൊ തുടർന്നുള്ള പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇസബേൽ എന്നുള്ള പേര് മാത്രം ആരിടാറില്ല. സ്തോത്രം. അപ്പൊ സ്ഥിതി വിവര കണക്കുകൾ നമ്മൾ പഠിച്ചു, എഴുതി. ഇനി 2 രാജാക്കന്മാരുടെ പുസ്തക പശ്ചാത്തലം ഹെഡിങ് എഴുതിയോ? എഴുതിയില്ല. എഴുതിക്കോളൂ. എഴുതിയല്ലേ? എഴുതി. ഒരു ചെറിയൊരു ലൈൻ ഇട്ടിട്ട് രാജാക്കന്മാരുടെ 1, 2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ 1, 2 പുസ്തകങ്ങൾ തുടർമാനമായി ചരിത്രപരമാകയാൽ രണ്ട് രാജാക്കന്മാർ ആവശ്യമായ അതിപ്രധാന പശ്ചാത്തല വിവരണം
അതിപ്രധാന പശ്ചാത്തല വിതരണം. ഒന്ന് രാജാക്കന്മാരുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏകദേശം BC 852 മുതൽ ആരംഭിച്ച ഇസ്രായേലിന്റെയും യഹൂദയുടെയും അധപ്പതനത്തെക്കുറിച്ചുള്ള വിവരണം രണ്ട് രാജാക്കന്മാരിൽ തുടർന്ന് ഇസ്രായേൽ യഹൂദ രാജ്യങ്ങളുടെ വിഭജനത്തിന് വഴി തെളിച്ചു. രണ്ട് വലിയ ദേശരാജ്യങ്ങളുടെ ഇതിൽ രേഖപ്പെടുത്തുന്നു. ഒന്ന്, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ശമര്യയുടെ നാശവും BC 722 അതർദേശത്തിലുള്ള ഈ ജനതയുടെ നടുക്കത്തിലും രണ്ട്, യെരുശലേമിന്റെ നാശവും BC 586 ബാബിലോണിലേക്കുള്ള നാടുകടത്തലും യഹൂദയുടെ ് 345 വർഷത്തെ ചരിത്രത്തിന്റെ അവസാന 130 വർഷങ്ങളും, ഒന്നുകൂടെ പറയാം, യഹൂദയുടെ 345 വർഷത്തെ ചരിത്രത്തിന്റെ അവസാന 130 വർഷങ്ങളും എഴുതിയെന്ന് വിശ്വസിക്കുന്നു.
2 രാജാക്കന്മാരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് രാജാക്കന്മാരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 345 വർഷങ്ങൾക്കിടയിൽ യഹൂദയുടെ 20 രാജാക്കന്മാരെയും ഒരു രാജവംശത്തെയും ബ്രാക്കറ്റിൽ ചുരുക്കമായ ഇടവേള എഴുതിയോ? ഓക്കെ. സമൃദ്ധിയിലേക്കുള്ള നേർവഴിയിലൂടെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി വർഷങ്ങളായി ഇസ്രായേലിനുണ്ടായ പത്തൊമ്പത് രാജാക്കന്മാരുടെയും 9 രാജവംശങ്ങളുടെയും തുടർച്ചയായ മാറ്റം അതിൻ്റെ അസാധാരണമായ അസ്ഥിരയ്ക്ക് തെളിവായി. അസ്ഥിരയ്ക്ക് തെളിവാണ്. ബ്രാക്കറ്റിൽ അതായത് വടക്കേ ഗോത്രങ്ങൾ 10 ക്ലോസ് ചെയ്യുക. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാലഘട്ടത്തിൽ അനേകം പഴയ നിയമ പ്രവാചക എഴുത്തുകാർ ശുശ്രൂഷ നിർവഹിച്ചു. ഫുൾ സ്റ്റോപ്പ്. ദൈവം നായകനായുള്ള ഭരണത്തിലെ പ്രധാനികൾ എന്ന നിലയിൽ ദൈവത്തോടുള്ള അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്
ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രവാചകന്മാർ രാജാക്കന്മാരെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. ഫുൾ സ്റ്റോപ്പ്. ആ പ്രവാചകന്മാർ ആരൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, ആമോസ്. രണ്ട്, ഹോശയ. ഈ ആമോസ് എന്ന് പറയുമ്പോഴേ, ആമോസാണ് ഇസ്രായേലിന്റെ നേരെ ഒരു തൂക്കുകെട്ട. നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആമോസിന്റെ പുസ്തകം. ഇസ്രായേലിനെ തൂക്കാൻ ഒരു തൂക്കുകെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ കുറവിനെ വെളിപ്പെടുത്തുന്ന ഒരു തൂക്കുകെട്ട പിടിച്ച ഒരു ആദ്യത്തെ പ്രവാചകനാണ് ആരാ? ആമോസ്. മറന്നുപോകരുത് കേട്ടോ. ആമേൻ. കാരണം ഒരു സർവേ നിലയിലല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ നമ്മുടെ പ്രൊഫസർസ്ക്ക് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യത്തെ വർഷം പഠിപ്പിച്ച അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സർവേ അല്ല. ശരിക്കും നിങ്ങൾക്കൊരു കോളേജിൻ്റെ അത് ഒരു നല്ലൊരു ക്ലാസ്സാണ് തരുന്നത്. കാരണം ഇത് ആദ്യത്തെ പ്രവാചകനാണ് ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ച, അല്ലെങ്കിൽ കുറവിനെ തൂക്കി, ജനത്തിൻ്റെ കുറവിനെ ചൂണ്ടിക്കാണിച്ചൊരു പ്രവാചകൻ. ആദ്യത്തെ പ്രവാചകൻ ആരെന്നറിയാമോ? ആമോസ്. ആ കാലഘട്ടത്തിൽ ജനത്തിൻ്റെ കുറവിനെ ചൂണ്ടിക്കാണിക്കുക പ്രവാചകന്മാർ. ആദ്യകാലങ്ങളിൽ ആരെങ്കിലും ഈ പെന്തക്കോസ്ത് ചർച്ചിൽ ആരാധനയ്ക്ക് പോയിട്ടുണ്ടോ? ഫസ്റ്റ് കാലങ്ങളിൽ, ഇന്നേക്കൊരു 25 വർഷം ബാക്കിലോട്ട്, ആ ചർച്ചിലൊക്കെ അന്ന് ആരാധന പേടിയാ. പണ്ടേ ഒരു പ്രവാചകൻ നമ്മുടെ ചർച്ചിൽ വരും പേടിയാണ്. എന്താണെന്നറിയാമോ? കുറവിനെ വെളിപ്പെടുത്തും. സ്തോത്രം. ആമേൻ. ആദ്യത്തെ കുറവ് മുതൽ അവരങ്ങ് വെളിപ്പെടുത്തും. അതുകൊണ്ട് ഈ പ്രവാചകന്മാർ വരുന്നറിയുമ്പോൾ ചർച്ചിൽ ആള് കുറവായിരിക്കും. എന്നാൽ ഇന്നോ ഒരു ഗസ്റ്റ് ഉണ്ട്, കൃപാവരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ അന്ന് ജനമായിരിക്കും. എന്താ ഇന്നത്തെ കൃപാവരങ്ങൾ എന്നറിയാം? എന്താ? കുറവിനെ മാറ്റി വച്ചിട്ട് എന്തെന്നറിയാമോ? അനുഗ്രഹങ്ങൾ മാത്രം പറയും. കൃപയാൽ കർത്താവ് എനിക്ക് ചില കൃപകൾ തന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഭയപ്പെടുന്നു. പക്ഷെ എനിക്ക് കൃപയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ശേഷം ആ വ്യക്തിയോട് വിളിച്ചു പറയും, തിരുത്തി പറയും, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന്. അത് അഭിഷക്തനാണെങ്കിലും ശരി തന്നെ, അഭിഷക്തന്മാരാണെങ്കിലും ശരി തന്നെ, ആ സഭയിലെ പാസ്റ്റർ ആണെങ്കിലും അവിടെ പറഞ്ഞിട്ട് ഞാൻ വരും. പാസ്റ്റർ ഇന്ന റൂട്ടിലൊക്കെ പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. പറയുന്നത് അന്ന് കുറവിനെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ, ആദ്യം എണീറ്റ പ്രവാചകനാണ് ആര്? ആമോസ്. മറന്നു പോകരുത്. രണ്ടാമത്തെ പ്രവാചകനാണ് ഹോശയ പ്രവാചകൻ. ഭയങ്കര ഹോശയുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, ഇസ്രായേലിനെയൊക്കെ വലിച്ച് കീറി പരിശോധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തലമുടി നാരിനെ കീറി പരിശോധിക്കുന്നത് പോലെ ശക്തമായി പ്രവചിച്ചൊരു പ്രവാചകനാണ്. സ്തോത്രം. ഹോശയ പ്രവാചകൻ ഇസ്രായേലിൽ പ്രവചിച്ചപ്പോൾ അടുത്ത് പിന്നെ പ്രവാചകന്മാർ വന്നു കേട്ടോ. പിന്നെ വന്ന പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശക്തന്മാരായ ഒരു കൂട്ടം പ്രവാചകന്മാരിങ്ങനെ വന്നു. സ്തോത്രം. ആ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ തീപ്പൊരി പ്രവാചകന്മാര്. ഒന്ന് നിങ്ങൾ നോക്കിക്കേ, എഴുതിക്കൊള്ളു കേട്ടോ. തീപ്പൊരി പ്രവാചകന്മാർ എഴുതിക്കോ. അത്രയും എഴുതണോ, എങ്കിലേ അത് കൊള്ളാവൂ. അപ്പൊ ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് പഠിപ്പിച്ചോ പറയണം, പാസ്റ്റർ ഈ തീപ്പൊരി പ്രവാചകൻ എന്താണ്? ഈ തീപ്പൊരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നീ ഇതിനകത്ത് കയറി വരുമ്പോഴേ നിനക്ക് ചൂടടിച്ചില്ലേ? ആ ചൂടടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചൂട് ഷീറ്റിന്റെ ആയിരിക്കും. അതല്ല പാസ്റ്റർ, കയറി കൊണ്ട് വന്നപ്പോഴേ ആയിരിക്കും ചില ചൂടടിച്ചു തുടങ്ങി. തീപ്പൊരി പ്രവാചകന്മാർ. ഒന്നാമത്തെ പ്രവാചകൻ യോവേൽ പ്രവാചകൻ. യോവേലിന്റെ പുസ്തകം വായിച്ചാലുണ്ടോ ഇതിനകത്ത്? യോവേലിന്റെ പുസ്തകം നിങ്ങൾ വായിക്കലും കേട്ടോ. ഭയങ്കര പ്രവാചകനാ യോവേൽ. രണ്ടാമത്തെ പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ.
മൂന്നാമത്തെ പ്രവാചകൻ മീഖ. നാലാമത്തെ പ്രവാചകൻ നഹൂം. അഞ്ചാമത്തെ പ്രവാചകൻ ഹബക്കുക്ക്. പുള്ളി കൃഷിക്കാരനാ, പാട്ടുകാരനാ, പ്രവാചകനാ. ആറാമത്തെ പ്രവാചകൻ സെബന്യാവ്. ഏഴാമത്തെ പ്രവാചകൻ യിരെമ്യാവ്. ഒന്ന് ക്ലോസ് ചെയ്തോ. അടുത്ത് എന്നിവർ യഹൂദയിൽ പ്രവചിച്ചു. ഈ രണ്ട് രാജ്യങ്ങളുടെയും ആത്മീകവും ധാർമ്മികവുമായ അധപ്പതനത്തിന് സംബന്ധിച്ചതും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതുമായ പ്രധാനപ്പെട്ട ചരിത്രവും വേദപുസ്തകപരമായ വെളിപ്പാട് ഈ പ്രവാചകന്മാരിൽ എഴുതപ്പെട്ടു. വേദപുസ്തകങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പോ ഇത്രയുമാണ് പുസ്തക പശ്ചാത്തലം.